പ്രേക്ഷക സംഘവും വിടുതൽ ശുശ്രൂഷയും കോയമ്പത്തൂരിൽ ഓഗസ്റ്റ് 4 ശനിയാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ. ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു. സ്ഥലം TELC ഹാൾ നിയർ ടൗൺ ഹാൾ, മണിക്കൂർ, കോയമ്പത്തൂർ. കടന്നു വരുവിൻ, അനുഗ്രഹം പ്രാപിപ്പിൻ. ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മാറയിലെ വെള്ളത്തിൻ്റെ കയ്പ് ഒരു വൃക്ഷശിഖരത്താൽ ഒപ്പിയെടുത്ത സർവശക്തനായ ദൈവം നിന്റെ ജീവിതത്തിൻ്റെ കയ്പിനെ കാൽവറിയിൽ ഉയർന്നു നിൽക്കുന്ന വൃക്ഷശിഖരത്താൽ ഒപ്പിയെടുക്കുവാൻ ഇന്നും വിശ്വസ്തനാണ്. നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കാൻ പോവുക. അനുഗ്രഹിക്കുന്ന വചനം, അനുഗ്രഹിക്കപ്പെട്ട വചനം. ആദ്യമേ ഈ വചനം നിങ്ങളുടെ മുമ്പിലെത്താൻ കാരണം ഒരു ഫാമിലിയാണ്. ആ ഫാമിലിയെ നമ്മളൊന്ന് അനുഗ്രഹിക്കാൻ പോകും. ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഒന്നിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവർക്ക് വലിയ വിജയം സംഭവിക്കും. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഇന്ന് ഈ വചനം സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അദൃശ്യകരം അവരെ സ്പർശിക്കണം. അവർ ദൈവമുൻപാകെ സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ആ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ യേശുവിൻ്റെ കരം ചലിക്കണം. യേശുവിൻ്റെ അത്ഭുതത്തിൻ്റെ കരം അവിടുന്ന് വെളിപ്പെടുത്തണം. പ്രാർത്ഥിച്ച് നിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവേ, അവരിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കണമേ. ഇന്ന് വചനം കേൾക്കുന്ന മക്കളുടെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹിക്കുന്ന വചനം, ജീവിതത്തെ മാറ്റിമറിക്കുന്ന വചനം. ആ വചനത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവം കടക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കാം. 2 Corinthians chapter 2 verse 14 and 15 വളരെ സുപരിചിതമായ വാക്യമാണ്. ആ വാക്യത്തിൽ നിന്ന് നമ്മൾ കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കാൻ പോകുകയാണ്. വായിക്കുക. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ധന്യനായ പൗലോസ് കൊരിന്ത്യയിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പരിശുദ്ധാത്മ നിയോഗിതനായി കുറിക്കുന്ന ഒരു ഭാഗമായത്. ഇതിനകത്തുനിന്ന് വളരെ സവിസ്തരം പരിശുദ്ധാത്മാവ് നിയോഗം തരുന്ന മേഖലയിലൂടെ കർത്താവിൻ്റെ വചനം ഒന്ന് കൊണ്ടുപോകാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുക. ഇവിടെ വിജയകരമായൊരു ജീവിതം എങ്ങനെ നയിക്കാമെന്നാണ് ഈ വാക്യത്തിൻ്റെ തലക്കെട്ട്. ആഗ്രഹമുണ്ടോ ജയകരമായൊരു ജീവിതം? തോറ്റു പുറകോട്ട് പോകുവല്ല, ജയിച്ച് മുന്നേറുക. തോൽവി ഒരു മനുഷ്യന് മടുപ്പ് തരുന്നതാണ്. വിജയം ഒരു മനുഷ്യന് പ്രോത്സാഹനം ലഭിക്കുന്നതാണ്. ഒരു കുട്ടി 1-ാം ക്ലാസ്സിൽ പഠിച്ചു, ജയിച്ചു. 2-ൽ പഠിച്ചു, ജയിച്ചു. 5-ൽ പഠിച്ചു, ജയിച്ചു. 7-ൽ പഠിച്ചു, ജയിച്ചു. 10th പഠിച്ചു, ജയിച്ചു. +1 പഠിച്ചു, ജയിച്ചു. +2 പഠിച്ചു, ജയിച്ചു. അമ്മ BCom പഠിച്ചു, ജയിച്ചു. MCom പഠിച്ചു, അമ്മ കയറിപ്പോയി. ഇങ്ങനെ കയറി പിന്നെ അവന് കയറണം എന്നുള്ള ചിന്തയാണ്. ഹല്ലേലൂയ. 8ൽ തോറ്റുപോയി, 9ലും തോറ്റുപോയി, 10ലും തോറ്റുപോയി. ആമീൻ. പിന്നെ എങ്ങനെയൊക്കെയോ ജയിച്ച് 11ലെത്തി. 11 പിന്നെയും തോറ്റുപോയി. 12 പിന്നെയും പോയി 2 പേപ്പർ. പിന്നെ ഒന്നിനും പോകാൻ താല്പര്യമില്ല. അതെന്താ? തോൽവിയാ കേട്ടതല്ല. അതുകൊണ്ട് വിജയിക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിലോട്ട് വരുന്നില്ല. ഇവിടെ യേശു ക്രിസ്തുവിൽ കൂടെ ഒരു മനുഷ്യന് നേടിയെടുക്കാവുന്ന ഒരു ജയകരമായ ജീവിതത്തെക്കുറിച്ചാണ് ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ഒന്ന് കൈ കൊടുത്ത് പറ, ജയിച്ചു മുന്നേറണമെന്ന് പറ. ഹല്ലേലൂയ. എനിക്ക് കർത്താവിൻ്റെ ആത്മാവ് ഈ വചനം എടുക്കുമ്പോൾ തരുന്നൊരു വലിയ ഉറപ്പ്, ആരുടെയൊക്കെയോ ലൈഫിൽ വലിയ വിജയങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. ഇന്നലകളിൽ തോൽവികളും പരാജയങ്ങളും നിരാശകളും തകർച്ചകളും നിന്റെ തല കുനിച്ചെങ്കിൽ ഇന്നുകളിൽ വിജയത്തിൻ്റെ പടികൾ നടന്നു കയറുവാൻ നിന്റെ മേൽ വിശേഷ കൃപ കർത്താവ് തരട്ടെ. മനസ്സിനകത്ത് 1000 വട്ടം പറഞ്ഞ ഞാൻ വിജയിക്കാൻ പോകുകയാ, എൻ്റെ യേശു എനിക്ക് വിജയം തരും, ഞാൻ വിജയത്തിലേക്ക് നടന്നു കയറാൻ പോകുകയാ. ഇന്നലകളിലെ തകർച്ചകൾ നോക്കി സങ്കടപ്പെടാതെ ദൈവം എനിക്കൊരു വിജയം തരാൻ പോകുകയാണ്. ഹല്ലേലൂയ.
ഞാൻ ഇപ്പോൾ പ്രസംഗിക്കുമ്പോൾ എനിക്ക് വിജയിക്കേണ്ട ചില മേഖലകളെ നോക്കിക്കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. നിങ്ങൾക്ക് വിജയിക്കേണ്ട മേഖലകളെ നോക്കി പ്രസംഗിക്കണം. എങ്ങനെ വിജയകരമായ ജീവിതം നയിക്കാം? ഈ പൗലോസിൻ്റെ മിഷണറി യാത്രയിൽ കൊരിന്തിലെ സഭ പൗലോസ് സ്ഥാപിച്ചു. പൗലോസ് കൊരിന്തിലെ സഭയെ ലേഖനം എഴുതി ഉറപ്പിക്കുക. അതിനകത്ത് 1-2 വാക്യങ്ങൾ നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വാക്യം, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന അനുഭവം. ജയോത്സവമായി നിനക്ക് പരാജയം എന്ന് തോന്നുന്ന എല്ലാ മേഖലകളിലും ഒരു ജയം വ്യാപരിക്കാൻ പോവാ. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ട്. എവിടൊക്കെയോ പ്രാർത്ഥിക്കുന്നവൻ്റെ അന്തരാത്മാവിലൊരു ഫീലിംഗ് ദൈവം കൊടുക്കുന്നു, നീ വിജയിക്കാനുള്ള സമയമായിരിക്കുക. എൻ്റെ പൊന്നുബ്രദറെ, ഇന്ന് രാവിലെ ഓക്കുന്ന കാര്യമാണ് കേട്ടോണ്ട് വന്നേ. പക്ഷേ കർത്താവ് അതിനെ തിരിച്ചു പറയുക, നീ കേട്ടത് സംഭവിക്കത്തില്ല, നിനക്കൊരു വലിയ വിജയം സംഭവിക്കാൻ പോകുക. ശുശ്രൂഷയിലൊരു വിജയം, കുടുംബജീവിതത്തിലൊരു വിജയം, നിന്റെ സാമ്പത്തിക മേഖലയിൽ ഒരു വിജയം. ഇപ്പം മനസ്സിനകത്ത് കാര്യങ്ങളെ ഇളക്കി മറിച്ച് നിന്റെ ജീവിതം വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിവുള്ള യേശു, അവൻ നിന്നെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുകയാ. നമുക്ക് പ്രാർത്ഥനാപൂർവം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇതൊരു വിജയത്തിൻ്റെ ദിവസമാക്കി മാറ്റട്ടെ. നമുക്ക് ആ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിച്ചു തുടങ്ങാം. അവിടെ തൊട്ട് വായിച്ചെങ്കിൽ നിങ്ങൾക്ക് ആ വാക്യം ഇച്ചിരിയൊക്കെ ഗ്രഹിക്കാൻ പറ്റൂ. സത്യത്തിൽ 11 മുതലല്ല, 6-ാമത്തെ വാക്യം മുതൽ വായിച്ചു വരണം. എന്നാലേ അതിനകത്ത് ചില ആശയങ്ങൾ നിങ്ങളിലോട്ട് പകരാൻ പറ്റത്തുള്ളൂ. എന്നാൽ നമുക്ക് അത്യാവശ്യം ഇന്ന് 11-ാമത്തെ വാക്യം മതി. അവിടെ തൊട്ട് തുടങ്ങാം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്. അപ്പൊ തോൽപ്പിക്കുന്നത് ആരാ? തോൽവി വരുത്തുന്നത് ആരാ? സാത്താന്. ഒരു നല്ല ആമീൻ പറഞ്ഞാൽ, സാത്താൻ്റെ തന്ത്രങ്ങളിലൂടെ മന്ത്രങ്ങളിലൂടെ നിന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ യേശുക്രിസ്തുവിലുള്ളൊരു ദൈവവേദന്റെ പ്രത്യേകത, അവൻ്റെ ജീവിതം ജയജീവിതമാണ്. ഞങ്ങളെല്ലാവരും പറയത്തില്ലേ, ഓടി യേശുവിൻ്റെ അടുക്കലേക്ക് വാ. ഓടി പെന്തിക്കോസി വരാനല്ല പറഞ്ഞ്, ഓടി ജീസസ് വോയിസ് ചർച്ച വരാനല്ല പറയുന്നത്, ഓടി യേശുവിലേക്ക് വാ. അതെന്താ ബൈബിളിൽ പറഞ്ഞത്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, സകലതും. ഒന്ന് കൈ കൊടുത്ത് ചോദിച്ചേ, ക്രിസ്തുവിലാണോ എന്ന് ചോദിച്ചു. ഈ ഞാൻ കേട്ടൊരു പദമുണ്ട്, ഞാനൊരു പെന്തിക്കോസുകാരനാണ്, അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ വളരെ കുറച്ച് ഞാൻ ക്രിസ്തുവിലാന്ന് കേട്ടിട്ടുള്ളൂ. ഇന്ന് തൊട്ട് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ പറയണം, ബ്രദർ ആരാമോ, ഞാൻ ക്രിസ്തുവില. ഒരാമയും പറഞ്ഞാട്ട്, ഞാൻ ക്രിസ്തുവില. പെന്തിക്കോസുകാരാന്ന് പറഞ്ഞാൽ തെറ്റാന്നല്ല പറഞ്ഞത്, എൻ്റെ ആശയം പറയുക. എടുക്കണമെന്നില്ല, എടുക്കേണ്ടവർക്ക് എടുക്കാം. ഞാൻ ക്രിസ്തുവില. അതോ കൺവെൻഷന് പുറകിരുന്ന് കൈവെക്കാൻ പറഞ്ഞപ്പോൾ കൈവക്കി, സ്നാനപ്പെടാൻ പറഞ്ഞ് സ്നാനപ്പെട്ടു. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ഒരിക്കൽ ഒരാൾ ഞാൻ ചോദിച്ചത്, എന്തിനാ സ്നാനപ്പെട്ടെന്ന് ചോദിച്ചു. അയ്യോ, സ്നാനപ്പെട്ടവർക്കൊക്കെ കർത്താവ് കൊടുത്ത അനുഗ്രഹം കണ്ട് സ്നാനപ്പെട്ട, എനിക്കൊന്നും കിട്ടിയില്ല. ഈ പലരും സ്നാനപ്പെടുന്നതിന് പല ലക്ഷ്യങ്ങളുണ്ട്. ഹല്ലേലൂയ. സ്നാനപ്പെടുന്നതിന് പല പല ലക്ഷ്യങ്ങളുണ്ട്. പക്ഷെ യഥാർത്ഥ ലക്ഷ്യം വേദപുസ്തക വെളിപ്പാടിലാണെങ്കിൽ നിന്റെ സ്നാനം ദൈവം അംഗീകരിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. അപ്പം ക്രിസ്തുവിലുള്ള അനുഭവം എന്തുവാ? ക്രിസ്തുവിലുള്ള അനുഭവം സത്യത്തിൽ ബിബ്ലിക്കലി ബൈബിൾ പരമായിട്ട് നമ്മൾ നോക്കിയാൽ ക്രിസ്തുവിലുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള ഭാവം നമുക്കുണ്ടാകുക, ക്രിസ്തുവിലുള്ള ധൈര്യം നമുക്കുണ്ടാകുക, ക്രിസ്തുവിലുള്ള ഉറപ്പ് നമുക്കുണ്ടാകുക, ക്രിസ്തുവിലുള്ള ഒരു ജയകരമായ അനുഭവം ഉണ്ടാകുക, ക്രിസ്തുവിൽ ഉള്ള എല്ലാ നന്മയ്ക്കും നമ്മൾ ഉടമകളാകുക. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. അപ്പൊ ഞാൻ നിങ്ങളോട് തുറന്ന് പ്രസംഗിക്കുക, നിങ്ങൾ യേശു ക്രിസ്തുവിലെ അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകണം. അബ്രഹാമിൽ പകർന്ന അനുഗ്രഹം നാം യേശു ക്രിസ്തുവിലൂടെ ജാതികളിലേക്ക് വന്നെന്ന നമ്മുടെ മുഴുവൻ അനുഗ്രഹത്തിന്റെ നിദാനം യേശു ക്രിസ്തുവാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. എനിക്ക് കർത്താവിന്റെ ആത്മാവ് തരുന്ന വലിയ ഉറപ്പ് വരാം, കുഞ്ഞെ, പാപത്തിന്റെ ചേറ്റുകുടിയിൽ നീ തകർക്കപ്പെട്ടെങ്കിൽ നിന്നെ ക്രിസ്തുവിലെ അനുഗ്രഹത്തിലേക്ക് ദൈവം ക്ഷണിക്കുക. യേശു ക്രിസ്തുവിലെ അനുഗ്രഹത്തിന്റെ പ്രത്യേകത പറയാം, ആദ്യം ലഭിക്കുന്ന അനുഗ്രഹം ആത്മീയ അനുഗ്രഹമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ഞാൻ ഈ വചന ശുശ്രൂഷയിലേക്ക് വരിക, എനിക്ക് ദൈവം ഉറപ്പ് തരിക, ഇന്നൊരു ജയം ഉണ്ട്. നിന്റെ വീടിനെ നോക്കി നീ പ്രവചിക്കണം, നിന്റെ വീട്ടിലൊരു ജയം സംഭവിക്കും.
സങ്കീർത്തനക്കാരൻ പുസ്തകത്തിൽ എഴുതി, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്റെ കൂടാരത്തിൽ ഉണ്ട്. നിന്റെ വീടുകളിൽ ഇന്നലകളിൽ വെളിപ്പെട്ട സങ്കടത്തിന്റെ, കണ്ണുനീരിന്റെ, തകർച്ചയുടെ ശബ്ദങ്ങൾ അവസാനിക്കുമ്പോൾ ദൈവം പറയുന്നു, നീ വിശ്വസിച്ചോ, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്റെ കൂടാരത്തിൽ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയാ, ചില വീടുകൾ സന്തോഷം കൊണ്ട് ദൈവം നിറയ്ക്കാൻ പോകുകയാ. യേശു ക്രിസ്തുവിൽ ഉള്ള ആ വിജയം ഈ ദിവസങ്ങൾ ആഘോഷിക്കാൻ നിനക്ക് ദൈവം കൃപ തരികയാ. ജയം എന്ന വാക്ക്, വിജയം എന്ന വാക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, അല്ലെ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ബൈബിളില് ജയം, ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ജയം യഹോവയ്ക്കുള്ളതാ. ഒരാമയും പറഞ്ഞാണ്. ജയത്തിന്റെ കുതിര വ്യർത്ഥം. നമുക്ക് സങ്കീർത്തന പുസ്തകത്തിലൊരു വാക്യമുണ്ട്, ഒന്ന് വായിച്ചാൽ കൊള്ളാം. ക്രിസ്തുവിലുള്ള കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ്, ഹല്ലേലൂയ, സങ്കീർത്തന പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, വായിക്കാം. 33-ാം സങ്കീർത്തനത്തിൻ്റെ 16-17 വാക്യം. സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല. ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല. ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു. തന്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല. ഇനിയും സദൃശ്യവാക്യം 21-21. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കുതിരയെ യുദ്ധ ദിവസത്തിലേക്ക് ചമയിക്കുന്നു, ജയമോ യഹോവയുടെ കൈവശത്തിൽ ഇരിക്കുന്നു. സദൃശ്യവാക്യം 21-31. കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കുന്നു, ജയമോ യഹോവയുടെ കൈവശത്തിൽ ഇരിക്കുന്നു. ജയമോ യഹോവയുടെ കൈവശത്തിൽ ഇരിക്കുന്നു. വേദപുസ്തകത്തിൽ ആര് ജയിച്ചിട്ടുണ്ട്, ആര് ജയം ആഘോഷിച്ചിട്ടുണ്ട്? ബൈബിൾ ഒന്ന് പഠിച്ചാൽ കണ്ണുനീരൊഴുക്കിയവൻ വിജയിച്ചിട്ടുണ്ട്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചവൻ ബൈബിളിന്റെ ചരിത്രത്തിൽ വിജയിച്ചിട്ടുണ്ട്. വിജയിക്കാൻ ആഗ്രഹമുണ്ടോ? 2 കാര്യങ്ങൾ. 1 കണ്ണുനീരിന്റെ പ്രാർത്ഥന, 2 വിശ്വാസത്തിന്റെ പ്രാർത്ഥന. എനിക്ക് കർത്താവ് ഉറപ്പ് തരിക, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ചില മേഖലകളിൽ നിനക്ക് ദൈവം ജയം തരാൻ പോകുകയാണ്. ഏത് പ്രതികൂലത്തിനകത്തുനിന്നും ഒരു ദൈവവചൽ വലിയിൽ വരുന്നത് കണ്ണുനീരിന്റെ പ്രാർത്ഥനയാലാ. ഞാൻ ഒരു മരണ വീട്ടിൽ ചെന്നപ്പോഴേ, ഈ മരണ വീടിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാ, മരിച്ചു കിടക്കുന്ന കുഞ്ഞുങ്ങൾ വല്ലതും ആണെങ്കിൽ, പ്രായം കുറഞ്ഞവരാണെങ്കിൽ, ഒന്നീ കൊച്ചിൻ്റെ അപ്പനോ അമ്മയോ കരയുമ്പോൾ നമ്മളെല്ലാം പാവിട്ട് കരയും, അല്ലേ? നമ്മുടെ ബന്ധുവൊന്നുമല്ല, കണ്ണുനീര് കണ്ടപ്പോൾ നമുക്ക് ചിലരുടെ കണ്ടുപിടി ഇങ്ങനെ കുട്ടുകുട്ടോ, ആ കൂട്ടത്തിൽ ചിലർ വിളിച്ചു പോയി കരയും, പക്ഷെ കണ്ണുനീര് വരുന്നില്ല. അപ്പൊ അവർക്ക് സങ്കടമുണ്ട്, പക്ഷെ അതങ്ങോട്ട് കണ്ണുനീരാകുന്നില്ല. ബൈബിളിലെ വാക്യമാ, ഞാൻ നിന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ തുരുത്തിയിലാക്കി വെക്കുന്നു. നീ ഒഴുക്കിയ കണ്ണുനീർ ഒഴുകിപ്പോകയല്ല, അത് ദൈവത്തിന്റെ തുരുത്തി. ഹല്ലേലൂയ. ഇന്ന് പകൽ നീ ഒഴുക്കിയ കണ്ണുനീര് ദൈവത്തിന്റെ തുരുത്തിയിലുണ്ട്. ആദ്യത്തെ കണ്ണുനീരിന്റെ പ്രാർത്ഥന കാണുന്നത് യാബോക്കടവിന്റെ തീരത്ത് യാക്കോബിന്റെ പ്രാർത്ഥനയാണ്. ഹോശയ്യ പ്രവാചകൻ എഴുതി വെച്ചു, ദൈവത്തിന് സ്തോത്രം, അവൻ ദൂതനോട് മല്ല് പിടിച്ചു, കരഞ്ഞപേക്ഷിച്ചു. വെറുമൊരു മൽപ്പിടുത്തമല്ല, മറിച്ച് കണ്ണുനീരിന്റെ പ്രാർത്ഥന. തകരുമെന്ന് അവൻ തോന്നുമ്പോൾ, പരാജയപ്പെടുമെന്ന് തോന്നുമ്പോൾ പ്രാർത്ഥനയ്ക്ക് കണ്ണുനീരൊഴുക്കാൻ തയ്യാറായിക്കൂ. ആ പ്രാർത്ഥന വിജയത്തിൽ എത്തിയിരിക്കും. ഉറപ്പുള്ളവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ആര് കരയാൻ തയ്യാറാകുമോ, ആര് കരഞ്ഞു പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ, അവന്റെ പ്രാർത്ഥനയ്ക്ക് വളരെ വ്യക്തമായ മറുപടി ദൈവം കൊടുത്തിരിക്കും. ഒരു നല്ല ഹല്ലേലൂയ. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയാ, കണ്ണുനീര് കൊണ്ട് ചിലതിനെ ജയിക്കാൻ പോകുകയാ. ഹോശയ്യ പ്രവചനം എനിക്ക് തോന്നുന്നു 12-ാം അധ്യായത്തിലാണ് ആ വാക്യം കിടക്കുന്നത്. ഹല്ലേലൂയ. വായിച്ചു കേൾപ്പിക്കാമോ? അവൻ ദൂതനോട് പൊരുതി ജയിച്ചു, അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു. 12-4 ഹോശയ്യ 12:4 അല്ലേ? വായിച്ചാട്ടെ.
അവൻ ദൂതനോട് പൊരുതി ജയിച്ചു. അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു. എങ്ങനെ പൊരുതി ജയിച്ച? അതൊരു കണ്ണുനീരായിരുന്നു. ഒരാമയും പറഞ്ഞു ഓടണം. സത്യത്തിൽ കണ്ണുനീരിന്റെ പ്രാർത്ഥന ഒരു മൽപ്പിടുത്തമാണ്. ഒരാമയും പറയണം. ഞാനിവിടെ നിന്നോണ്ടൊരു ദൂത് പറയാം. തോറ്റു പരാജയപ്പെട്ട നീ കണ്ണുനീര് കൊണ്ട് ഇന്ന് ജയിച്ചേ പോകാവൂ. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയുക, ചിലരുടെ വിജയത്തിന്റെ ഡേറ്റ് ദൈവം കുറിച്ചു വെച്ചിരിക്കുക. നിന്റെ വിജയത്തിന്റെ ഡേറ്റ് ദൈവം കുറിച്ചു വെച്ചിരിക്കുക. നീ പറയുന്ന സാഹചര്യം എതിരാണ്, കുടുംബം എതിരാണ്, വ്യക്തികൾ എതിരാണ്, പക്ഷെ നിന്റെ വിജയത്തിന്റെ ദിവസം എവിടൊക്കെയോ അന്തരാത്മാവിൽ ദൈവം പറയുന്നു, നീ വിജയിക്കാൻ പോകുന്നു. നിന്റെ സന്തതി വിജയിക്കാൻ പോകുന്നു. നിന്റെ കുടുംബം വിജയിക്കാൻ പോകുന്നു. നിന്റെ ശുശ്രൂഷ വിജയിക്കാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഇന്ന് ചിലർ തീരുമാനത്തോടെ ഇവിടുന്ന് പോകാവൂ. ആ തീരുമാനം എന്തുവാ? ഞാൻ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് എന്റെ വീടിനെ ഞാൻ വിജയത്തിൽ എത്തിക്കും. നീ അല്പം കൂടെ ഒന്ന് നുറുങ്ങിയാൽ, അല്പം കൂടെ നീ ഒന്ന് വിനയപ്പെട്ടാൽ, അല്പം കൂടെ നിന്റെ ഹൃദയം ഒന്ന് തകരപ്പെട്ടാൽ, നിന്റെ വിജയം ഉടനെ ഉണ്ട്. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് അത് നിന്നെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. നീ മനസ്സ് വെച്ചാൽ അത് നടക്കും. ഞാൻ നിങ്ങളോട് പറയാം, പ്രാർത്ഥനയിൽ ഏറ്റവും പവർഫുൾ പ്രയർ ഏതാന്ന് പറയാം? കുടുംബമായുള്ള പ്രാർത്ഥന. ഭാര്യയും ഭർത്താവും ചേർന്ന് കൈ കോർത്തുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും പവർഫുൾ പ്രയർ. ഒരിക്കലും മനുഷ്യൻ വഴിയെ നടന്നു പോകുമ്പോൾ ഒരാൾ ഒരു പെരയ്ക്കകത്തുനിന്ന് വീട്ടിൽ നിന്ന് കട്ടിൽ വെളിയിലോട്ട് ഇറക്കുക. ഒറ്റയ്ക്ക് കട്ടിലൊക്കെ എടുത്ത് ആദ്യം ഒരു തല എടുത്ത് വെളി വെച്ചു, മറ്റേ തലയ്ക്ക് ഇങ്ങനെ തള്ളാൻ തുടങ്ങിയപ്പോൾ വഴി കൂടെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. പുള്ളി വന്ന് രണ്ടുപേരും കൂടെ കട്ടിലിറക്കാൻ തുടങ്ങി. 2-2.5 മണിക്കൂർ ഇറക്കിയിട്ട് ഇറങ്ങുന്നില്ല. വെളിയിൽ നിന്ന് പുള്ളി പറയാ, എന്ത് ചെയ്താൽ ഈ കട്ടിലകത്ത് കയറ്റാൻ പറ്റത്തില്ല. അകത്ത് നാൾ പറയാം, എന്ത് ചെയ്താൽ കട്ടിൽ. ആഹാ, ഇപ്പം ഇവർ രണ്ടുപേരും 2 സൈഡിലോട്ടാണ് പിടിച്ചത്. ഇങ്ങനെ അകത്തോട്ട് കയറ്റാൻ പ്രയോഗിക്കുക, അദ്ദേഹം പുറത്തോട്ടിറക്കാൻ പ്രയോഗിക്കുക. കട്ടിൽ അവിടെ തന്നെ നിൽക്കുക. പ്രാർത്ഥനയ്ക്ക് ഐക്യത വളരെ ആവശ്യമത്രേ. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാകാത്ത പ്രതിബന്ധം വൈകിട്ട് 7:30 ഉണ്ടാവും. എന്തിനാ? 7:30 കഴിയുമ്പോൾ കൈ കോർത്ത് പ്രാർത്ഥിക്കരുത്. അതിനാ. പിന്നെ പുരുഷന്മാർക്ക് പൊതുവെ ഒരു പ്രകൃതമുണ്ട്. 7:30 അവർ വണ്ടിയുടെ താക്കോലും എടുത്തോണ്ട് വണ്ടി ഓടിച്ചിട്ട് പോകും. കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ 9 മണിക്കേ വരത്തുള്ളൂ. വരുമ്പോഴേ കോട്ടുവാ വിട്ടുകൊണ്ടാണ് വരുന്നത്. വരുമ്പോൾ തന്നെ കിടന്നുറങ്ങുകയും ചെയ്യും. അങ്ങനല്ല, കുടുംബമായി പ്രാർത്ഥിക്കണം. അതൊരു ഭയങ്കര ബലമാണ്. ആരെങ്കിലും കുടുംബമായി ഇരുന്ന് പ്രാർത്ഥിക്കാത്തവരുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടെ കൈകോർത്ത് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന നിങ്ങളുടെ വീടിന് വലിയ വിജയമാണ്. പ്രാർത്ഥിച്ചു നോക്ക്. കുടുംബജീവിതം എന്ന് പറഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എല്ലാം ഷെയർ ചെയ്യണം. പ്രാർത്ഥന വിഷയങ്ങൾ ഷെയർ ചെയ്ത് എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് നോക്ക്. ടെൻഷനുള്ള ഭാര്യയോട് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം. ഒന്നും പറയാത്ത ഭർത്താക്കന്മാരുണ്ട്. അങ്ങനെ ആകരുത്. ഭാര്യയും ഭർത്താവും അറിഞ്ഞിരിക്കണം. കുടുംബജീവിതത്തിന് ഭദ്രത ഭാര്യയും ഭർത്താവും അറിഞ്ഞു വേണം എല്ലാ കാര്യവും ചെയ്യാൻ. അപ്പം പ്രാർത്ഥനകളിൽ ഏറ്റവും ശക്തിയുള്ള പ്രാർത്ഥനയാണ് കുടുംബമായി കൈകോർത്തൊരു പ്രാർത്ഥന. ഒരു വീടിൻ്റെ നിലനിൽപ്പ് അവർ കുടുംബമായി കൈകോർത്ത് പ്രാർത്ഥിക്കണം. ചിലരെ കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, ഭർത്താവ് ഇതുവരെ വന്നിട്ടില്ല, താമസിക്കാതെ നീ ആ കൈ പിടിക്കുമെന്ന ഈ കൈ ഞാൻ യേശുവിനെ പിടിക്കുക. അമ്മ അടുത്ത ചില ആഴ്ചകൾക്കകം നിന്റെ ഭർത്താവ് ഈ കൈയുടെ സ്ഥാനത്ത് പിടിക്കാൻ കാണും. അതുപോലെ ചിലരുടെ സ്ഥിതികൾക്ക് ദൈവം മാറ്റം തരാൻ പോകുകയാണ്. തിരിച്ചറിയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പം പ്രാർത്ഥന ഒരു മൽപ്പിടുത്തമാണ്. ഞാൻ അവിടോട്ട് നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുവരിക. എനിക്ക് ദൈവം ഉറപ്പ് തരുന്നു, ചിലർ വിജയിക്കാൻ സമയമായി, ചിലര് ജയിക്കാൻ സമയമായി. നീ കണ്ടിട്ടില്ലാത്ത വഴികൾ ഓപ്പണായി വരാൻ പോവുക. അറിഞ്ഞിട്ടില്ലാത്ത ദൈവപദ്ധതി തുറന്നു വരാൻ പോവുക. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ഒന്ന് മല്ലുകെട്ടിക്കോ. നമ്മുടെ കൈയാന്ന പൊക്കാൻ വയ്യാത്ത
കയ്യാന്നാ പോയി പൊങ്ങാത്ത. ആമേ. ആ മഴയിലോട്ട് പിടിച്ചോ. ജീസസ്. എത്ര വർഷമായിട്ട് മഴയുണ്ട്? മഴ ഈ കഴിഞ്ഞിടെ ഉണ്ടായത്. ഇത് 1.5 വർഷം. ജീസസ്, ഈ മഴ ഇപ്പൊ സൗഖ്യമാകും. പൊങ്ങാത്ത കൈ പൊങ്ങുന്നു. ലോർഡ് കർത്താവേ, 1.5 വർഷമായി പൊങ്ങാത്ത ഈ കൈ. ജീസസ്, 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 ജീസസ്. ഇനി ഒന്ന് താത്തേ, ഇനി പൊക്കി പിടിച്ചേ. പൊങ്ങട്ടെ, പൊങ്ങട്ടെ. എന്തോ വലിപ്പമുള്ള മഴയായിരുന്നു. ഒന്ന് കാണിച്ചേ, എന്തോ വലിപ്പമുള്ള മഴയായിരുന്നു. ഇത്രയുള്ള മഴ എത്ര നാളായിട്ടുണ്ട്? ഒരു 2 മാസം കഴിഞ്ഞു. 2 മാസത്തിന് മേലായി ഇത്രയും വലിപ്പമുള്ള ഒരു മഴ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആമി പ്രയർ കഴിഞ്ഞപ്പോ നോക്കിയപ്പോ ആ മഴ എന്തിയേ? അവിടെ ഇല്ല, അതവിടെ കാണാനില്ല. എന്താ? സൗഖ്യമാക്കുന്ന യേശു. പൊങ്ങാത്ത കയ്യേം ദൈവം പൊക്കിക്കൊടുത്തു. ഇന്നും യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. പേരെന്തുവാ? ഷൈനി. ഷൈനി. എവിടെ ഷൈനിയുടെ വീട്? നസ്രത്ത്. ഹല്ലേലൂയ. ഷൈനി, എത്ര നാളായിട്ട് ഈ നെഞ്ചത്ത് മഴ ഉണ്ടായിരുന്നു? 13 വർഷമായിട്ട്. നോക്കിയേ, എന്തോ വലിപ്പമുള്ള മഴയായിരുന്നു. കയ്യിലൊന്ന് കാണിക്കാമോ? ഇത്രയൊരു തടിപ്പ്. ഹല്ലേലൂയ. ഇവിടെ വരുമ്പോഴും അതുണ്ടായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ അതവിടെ ഇല്ല. 1 മിനിറ്റ് കൊണ്ട് 13 വർഷമായി അവിടെ നെഞ്ചിലുള്ള മുഴ അപ്രത്യക്ഷമായി. സൗഖ്യമാക്കുന്ന യേശു. തേനിനേക്കാൾ മാധുര്യമായ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നിങ്ങളുടെ മനസ്സിനകത്ത് തോന്നുന്നില്ലേ ഒരു പ്രാർത്ഥന ആവശ്യമാണെന്ന്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. നിങ്ങളൊരു ബ്ലെസ്സഡ് ഫാമിലിയാണ്. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ വിശ്വസ്തനായ ദൈവമേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ നിലകളിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ രോഗങ്ങളും, എല്ലാ ശാപങ്ങളും, എല്ലാ കെടുതികളും അവരെ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ രോഗക്കിടക്ക മാറ്റിവിരിക്കട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്ന് അരുളി ചെയ്ത ദൈവമേ, ഇപ്പോൾ തന്നെ വചനമയച്ച് വിടുവിക്കണം. സാമ്പത്തികമായി അവർ വലിയ കുരുക്കിലാണ് കർത്താവേ. ആ കുരുക്കിനെ യേശു അഴിക്കണേ കർത്താവേ. ആ കുരുക്കിനെ ദൈവം പൊട്ടിക്കണേ കർത്താവേ. യേശു രാജാവായി എഴുന്നേൽക്കണമേ. പ്രാർത്ഥിച്ച നിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവേ. കരം തൊട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇനി നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണോ? താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ആ പ്രാർത്ഥനയാൽ നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടോ? ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക. നിങ്ങൾക്ക് ഈ വചനം സ്പോൺസർ ചെയ്യാം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ വകയായി ലക്ഷങ്ങളിലേക്ക് വചനം പരത്താൻ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വകയായിട്ട് ഒരു പ്രോഗ്രാം നടത്തുക. അനേക ചാനലുകളിൽ ദൈവവചനം ഓരോ ദിവസവും ഒഴുകിക്കൊണ്ടിരിക്കുക. 10ഉം 20ഉം പ്രാവശ്യം ഒരു ദിവസം പല ചാനലുകളിൽ വചനം പോയിക്കൊണ്ടിരിക്കുക. ഈ വചന ശുശ്രൂഷ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളെപ്പോലുള്ളവരുടെ കൈത്താങ്ങൽ ആവശ്യമാണ്. നമുക്ക് ഒരുമയോടെ കൈകോർക്കാം. ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു.